ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലു വ്ളോഗർ. ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങളാണ് OTT റിലീസിന് എത്തുന്നത്. കൂടുതലും അന്യഭാഷ ചിത്രങ്ങളാണ് ഈ ഒരാഴ്ച OTT റിലീസിന് എത്തുന്നത്. അതുപോലെ തന്നെ കുറച്ച് അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാവുന്ന കുറച്ച് ചിത്രങ്ങളുടെയും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സുബൈദാർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ അനിൽ കപൂർ, രാധിക മദൻ, അതുപോലെ തന്നെ ഖുഷ്ബു, ഫൈസൽ മാലിക് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമാണ് സുബൈദാർ എന്ന് പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അനിൽ കപൂർ നായകനായിട്ട് എത്തുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു സുബൈദാർ എന്ന് പറയുന്നത്. മാർച്ച് മാസം 4 ഇപ്പോൾ ഡയറക്റ്റ് OTT റിലീസായിട്ട് ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. യങ് ഷെർലോക്ക് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് യങ് ഷെർലോക്ക് എന്ന് പറയുന്നത്. 8 പാർട്ടായിട്ടാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അതിന് പുറമെ ചിത്രം പാൻ ഇന്ത്യ ലാംഗ്വേജിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. മലയാളം ഉൾപ്പെടെയുള്ള മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഇംഗ്ലീഷ് അങ്ങനെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജോക്കി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ യുവൻ കൃഷ്ണ, അതുപോലെ തന്നെ റിദാൻ കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ജോക്കി എന്ന് പറയുന്നത്. ജനുവരി മാസം 23 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴ് ഭാഷയിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ താല്പര്യമുള്ള ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ട്രേഞ്ചേഴ്സ് ഇൻ കാർ പാർക്ക് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് സ്ട്രേഞ്ചേഴ്സ് ഇൻ കാർ പാർക്ക് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പകലിരവ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബെന്നി, അതുപോലെ തന്നെ ആതിര ശശിധരൻ, ബോബി ദേവരാജ്, അനീഷ ജീവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് പകലിരവ് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ മനോരമ മാക്സിലൂടെയും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലൂടെയും ഈ വരുന്ന മാർച്ച് 6 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ധീരം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ, രഞ്ജി പണിക്കർ, അതുപോലെ തന്നെ അജു വർഗീസ്, സാഗർ സൂര്യ, നിഷാന്ത് സാഗർ, ദിവ്യ പിള്ള എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ധീരം എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള സൺനെസ്റ്റും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 6 സൺനെസ്റ്റിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗാന്ധി ടോക്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതുപോലെ തന്നെ നമ്മുടെ അതിഥി റാവു, ഹൈദരാലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ഗാന്ധി ടോക്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചിത്രം 2 ഓപ്ഷനിലെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന മാർച്ച് 6 C5 തമിഴ് ഭാഷയിൽ ഫ്രീ ആയിട്ട് 2 ഓപ്ഷൻ അല്ലാതെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആമസോൺ പ്രൈമിലൂടെയും 2 അല്ലാതെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചെറുതിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിത്ത് ലവ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ അഭിഷൻ ജീവന്ത്, അതുപോലെ തന്നെ അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ കാറ്റഗറിയിൽ കൊടുത്ത ചിത്രമാണ് വിത്ത് ലവ് എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ചെറുതിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 6 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. തമിഴ് ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചെറുതിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗ്രാനി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വടുവ് രാശി, അതുപോലെ തന്നെ ദിലീപൻ, സിംഗംപുലി, ഗഞ്ചാരാജ്, അതുപോലെ തന്നെ ആനന്ദ് നാഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറി എടുത്ത ചിത്രമാണ് ഗ്രാനി എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 6 സൺനെസ്റ്റിലൂടെ തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചെറുതിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിയർ രാധി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശരവണ വിക്രം, അസ്ലീൻ അമൻ, അതുപോലെ തന്നെ രാജേഷ് ബാലകൃഷ്ണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു
റൊമാൻറ്റിക് കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമാണ് ഡിയർ രാധി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ സൺനെക്സ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 6-ാം തീയതി സൺനെക്സ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ജനുവരി മാസം തിയേറ്ററിൽ ചെയ്തു, തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയിട്ട് ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ സൺനെക്സ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 6-ാം തീയതി സൺനെക്സ്റ്റിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിക്രം ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു വെബ് സീരീസ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 6-ാം തീയതി നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നിഖിൽ അതുപോലെ തന്നെ ഗായത്രി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് വിക്രം ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 6-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാർ മെഷീൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അലൻ റിച്ചാർഡ്സൺ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് വാർ മെഷീൻ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 6-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കാവുന്ന കുറച്ച് അപ്കമിംഗ് OTT ലിസ്റ്റ് അപ്ഡേറ്റുകളാണ്. അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രകമ്പനം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സാഗർ സൂര്യ, ഗണപതി അതുപോലെ അൽ അമീൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറി എടുത്ത ചിത്രമാണ് പ്രകമ്പനം എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്ററിൽ ഇത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ C5 ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 13-ാം തീയതി C5ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ പ്രിയങ്ക മോഹൻ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രാവൽ മൂവി ആയിരുന്നു മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. ഡയറക്റ്റ് OTT ലിസ്റ്റിന് എത്തുന്നതാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 13-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ വെബ് സീരീസിന്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ബിജു മേനോൻ, ജോജു ജോർജ്, ലെന അതുപോലെ തന്നെ സൈജു സൈദർ, നിരഞ്ജന അനൂപ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ കാറ്റഗറി എടുത്ത ചിത്രമായിരുന്നു വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 13-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പം വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആശകൾ 1000 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ജയറാം, ആശ ശരത്, രമേശ് പിഷാരടി, ഷറഫുദ്ദീൻ, കാളിദാസ് ജയറാം എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ കാറ്റഗറിയിൽ കൊടുത്ത ചിത്രമാണ് ആശകൾ 1000 എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 20-ന് നമ്മുടെ റംസാൻ പ്രീമിയറായിട്ട് OTT ലിസ്റ്റിന് എത്തുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബോർഡർ ട്രൂ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സണ്ണി ഡിയോൾ, വരുൺ ധവാൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വാർഡ് അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്ത ചിത്രമായിരുന്നു ബോർഡർ 2 എന്ന് പറയുന്നത്. നമ്മുടെ ജനുവരി മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയില്ല. ഇതിൽ ബ്ലോക്ക് ബസ്റ്റർ ഏകദേശം 600 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 20-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT ലിസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.